നീ കിടന്നു, ഞാൻ ഊണ് കഴിച്ചതാ. നാൻസി, നാൻസി, എന്നെ പേടിച്ചാണെന്നുള്ള പേരും പറഞ്ഞ് നീ പള്ളിക്കലേക്ക് പോയത് സണ്ണിയെ കാണാനായിരുന്നു അല്ലേ? പള്ളിപ്പറമ്പിലെ നിങ്ങളുടെ കൂടിക്കാഴ്ച തുടങ്ങിയിട്ട് എത്ര കാലമായടി? അവനുമായിട്ടുള്ള കല്യാണം തെറ്റിച്ച് എന്റെ അനിയൻ ചെറുക്കനെ കൊണ്ട് നിന്നെ കെട്ടിച്ചത് ഇങ്ങനെ ചിലതൊക്കെ മനസ്സിൽ കണ്ടോട്ടാ. ഇങ്ങനെ വിഷമിക്കരുത്. നമുക്ക് എവിടേക്കെങ്കിലും പോവാം. എവിടേക്കെങ്കിലും. ഞാൻ എത്ര വട്ടം പറഞ്ഞതാ പോവാന്ന്. ശരിയാ, പോവാം, പോണം. ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് പറയേണ്ടത്? എല്ലാം തീർന്നല്ലോ. ഇനി എനിക്ക് മടങ്ങാം അല്ലേ? സണ്ണിച്ച, നമ്മുടെ പുല്ലാങ്കുന്നിലെ പോളത്തിന് ആത്മഹത്യ ചെയ്തു. എന്റെ പോളച്ചന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീഴിക്കില്ലെന്ന് പറഞ്ഞിട്ടിപ്പോ എന്റെ കുഞ്ഞിന്റെ വെട്ടിക്കേറിയ ശരീരം കാണാൻ എനിക്ക് വയ്യ കുഞ്ഞുഞ്ഞെ. ഡോക്ടർ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്ലീസ്. വരൂ ഡോക്ടർ. സാന്ദ്ര, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം സാന്ദ്ര ട്രാവൽ ഏജൻസിയെ വിളിച്ച് പറഞ്ഞിരുന്നില്ലേ? അത് കൺഫേംഡ് ആയി. അവരിപ്പോ വിളിച്ചിരുന്നു. ആ, നല്ലത്. ഓടി ഒളിക്കാൻ സേഫായ ഇടങ്ങളുള്ളവരൊക്കെ പൊയ്ക്കോളൂ. ഞാൻ ഇവിടെ പോയി വിളിക്കാൻ. എന്തിനായിരുന്നു ഇതൊക്കെ? ആർക്ക് വേണ്ടി? സാന്ദ്ര, നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക. അറിഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് വരെ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പാവം നാൻസി, കഴുത്തിൽ മിന്നു കെട്ടിയവൻ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന അതൊരു പെണ്ണിനെ മനസ്സിലാവും. ഇല്ല, എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ എല്ലാവരെയും ചതിക്കുകയായിരുന്നു. എന്റെ അമ്മച്ചിയെ, കൂടപ്പറപ്പുകളെ, നാൻസി, എല്ലാവരെയും.
അറിഞ്ഞോ അറിയാതെയും തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പോളച്ചന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീഴില്ല എന്ന് ഞാൻ നാൻസിക്ക് വാക്കുകൊടുത്തു. അവൻ ആത്മഹത്യയും എന്ന് കരുതാതിരുന്നത് എന്റെ തെറ്റ്. നിന്റെ അനിയത്തെ മുഹമ്മദ് അലിന്ന് രക്ഷിച്ച് മാറ്റി താമസിപ്പിച്ചു. എന്റെ തെറ്റ്. അവളെ അവന്റെ മുമ്പിലേക്ക് വലിച്ചിട്ട് കൊടുത്തിരുന്നെങ്കിൽ അവൻ നിന്നെ അന്വേഷിച്ച് ഇവിടെ വരില്ലായിരുന്നു. എന്റെ അമ്മച്ചിയും മങ്ങന്മാരൊന്നും അറിയില്ലായിരുന്നു. എന്റെ തെറ്റ്. സണ്ണിച്ചനെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. വേദന കൊണ്ട് പറഞ്ഞു പോയത്. ഒന്നിലും വേദനിക്കാത്ത കരിങ്കല്ല് കൊണ്ടുള്ള മനുഷ്യനാണല്ലോ ഞാൻ. എനിക്കറിയാം, സണ്ണിച്ചനെ ഞാൻ മനസ്സിലാക്കിയ പോലെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അതെ, അതുകൊണ്ടാണല്ലോ ഈ നേരത്ത് പോകാൻ ഒരുങ്ങുന്നത്. പോകണം സണ്ണിച്ച, പോയേ തീരൂ. പക്ഷേ എനിക്കൊരിക്കലും സണ്ണിച്ചനെ മറക്കാൻ കഴിയില്ല. വഴി പിഴച്ചവളെങ്കിലും ഞാനും ഒരു പെണ്ണാണെന്ന് ആദ്യമായി തോന്നി തുടങ്ങിയത് സണ്ണിച്ചനിൽ നിന്ന്. ഒരിക്കലും മറക്കാതിരിക്കാൻ സണ്ണിച്ച എനിക്ക് ഒത്തിരി ഓർമ്മകൾ തന്നിട്ടുണ്ടല്ലോ. മിന്നുകെട്ട്, ഒന്നാം വിരുന്ന്, പിന്നെ എനിക്ക് മാത്രമായ ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ ഞാൻ വളർത്തും. അവൻ വളർന്ന് വലുതാവുമ്പോ അമ്മ അഭിനയിച്ച നാടകത്തിന്റെ കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കും. ഒരു വിശുദ്ധ പുണ്യാളച്ചന്റെ സ്ഥാനമായിരിക്കും അവന്റെ മനസ്സിൽ സണ്ണിച്ചിനുള്ളത്. അമ്മച്ചിയോടും മോളിക്കുട്ടി സിസ്റ്ററോടും ഒക്കെ യാത്ര പറയാൻ നിൽക്കുന്നില്ല. പോയി എന്ന് പറഞ്ഞാ മതി. വേണ്ടാച്ചോ, ഞങ്ങൾ സമ്മതിക്കില്ല. ആത്മഹത്യ ചെയ്തവർക്ക് തിരുക്കർമ്മങ്ങൾ കൊടുക്കാനും അവരെ സിമത്തേരിൽ അടക്കം ചെയ്യാനും നമ്മുടെ സഭാ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവരെ അടക്കാൻ തെമ്മാടി പറമ്പുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? മുമ്പ് ഹൃദയസ്തംഭനം വന്ന് എന്റെ മടി കിടന്ന് മരിച്ച പാലോമുറ്റത്തെ ഇട്ടിച്ചന്റെ ശവം ഈ പള്ളിപ്പറമ്പിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വിലപേശിയത് ഞങ്ങൾ ആരും മറന്നിട്ടില്ല അച്ചോ. ഈ ശവം ഇവിടെ അടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വേണ്ട പൈലി, വേണ്ട. അവനെ പള്ളിപ്പറമ്പിൽ അടക്കട്ടെ. അവൻ തൂങ്ങി മരിച്ചതല്ല, അവനെ കർത്താവ് വിളിച്ച. വേണ്ട, അതിന് നിന്റെ ശുപാർശ എനിക്ക് വേണ്ട. എന്റെ മോനെ തമ്മാടിപ്പറമ്പിൽ അടക്കിന് വന്നാലും ഞാൻ അടക്കും. പക്ഷെ നിന്റെ അവതാരം കൊണ്ട് അവനെ പള്ളിപ്പറമ്പിൽ അടക്കട്ടടാ. ഇത്രയൊക്കെ ആയിട്ടും താൻ പഠിച്ചില്ല അല്ലേ?